നൂറുദ്ദീൻ. അപ്പൊ നമുക്ക് ഈ പറയുന്ന ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് 1947 ശേഷം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഭൂപരിഷ്കരണം. അവിടെ നമ്മൾ കേരളത്തെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഇന്ത്യയിൽ പ്രധാനമായും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഏകദേശ ധാരണയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ക്ലാസിന്റെ നോട്ട് പൂർണ്ണമായിട്ടും ആപ്പിനുള്ളിലും അതുപോലെ തന്നെ എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ടെലിഗ്രാമിൽ കയറി എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്താൽ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യകാലത്ത് നടപ്പിലാക്കിയ ചില ഭൂപരിഷ്കരണ നിയമങ്ങളാണ്. അപ്പോ ഭൂമിയുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ഭൂസമ്പ്രദായങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ബംഗാൾ പ്രവിശ്യ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജമീന്ദാരി സമ്പ്രദായവും മദ്രാസി അല്ലെങ്കിൽ മദ്രാസ്, ബോംബെ പോലുള്ള പ്രവിശ്യകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് റയട്ടുവാരി സമ്പ്രദായവും വടക്ക് പടിഞ്ഞാറൻ മേഖലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മഹൽവാരി സമ്പ്രദായവും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇവിടങ്ങളിൽ 3 കാര്യങ്ങളിലും നികുതിയായിട്ട് പിരിച്ചിരുന്നത് എന്തു തന്നെയായിരുന്നു? പണമായിരുന്നു. നികുതി എങ്ങോട്ടാണ് ഒടുക്കേണ്ടിയിരുന്നത്? ബ്രിട്ടീഷുകാർക്ക്. 47 ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭൂപരിഷ്കരണ രീതികൾ എന്ത് നിയമങ്ങളെ തച്ചുടച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നിയമങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഇവയെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രവിശ്യകളിലാണ് അഥവാ പ്രൊവിൻസുകളിലാണ്. ബംഗാൾ പ്രൊവിൻസ്, മദ്രാസ് പ്രൊവിൻസ്, ബോംബെ പ്രൊവിൻസ്, യുണൈറ്റഡ് പ്രൊവിൻസ്, സെൻട്രൽ പ്രൊവിൻസ് ഇങ്ങനെ അങ്ങ് വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ബംഗാൾ കുടിയായ്മ നിയമം 1885. 12 വർഷമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന കുടിയാന്മാർക്ക് കൈവശ അവകാശം ആ ഒരു നിയമം ഉറപ്പാക്കി. അപ്പൊ ശ്രദ്ധിക്കണം, ഇന്ത്യ മൊത്തമായിട്ട് എടുത്തു നോക്കുമ്പോൾ തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എല്ലായിടത്തും പൂർണ്ണമായിട്ടും കർഷകർക്കോ അല്ലെങ്കിൽ കുടിയാന്മാർക്കോ ലഭിച്ചിരുന്നില്ല. ഭൂ ഉടമകളിൽ നിന്നും ഭൂമി പാട്ടത്തിന് അല്ലെങ്കിൽ ലീസിന് എടുത്ത് കൃഷി ചെയ്യുന്നവരായിരുന്നു കുടിയാന്മാർ അഥവാ ടെനൻസ് എന്ന് പറയുന്നത്. അപ്പോ 1885 ബംഗാൾ കുടിയായ്മ നിയമത്തിലൂടെ 12 വർഷമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന കുടിയാന്മാർക്ക് കൈവശ അവകാശമാണ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ബീഹാർ കുടിയായ്മ നിയമം 1885, ഒറീസ കുടിയായ്മ നിയമം 1914 എന്നിവയും കുടിയാന്മാർക്ക് ഭൂമിയിന്മേൽ കൈവശ അവകാശം നൽകി. ഈ പറയുന്ന ബീഹാറും ഒറീസയും എല്ലാം മുൻകാലത്ത് ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. മദ്രാസ് എസ്റ്റേറ്റ് ലാൻഡ് ആക്ട് 1908, അതായത് പാട്ടം അഥവാ റെന്റ്, ഓക്കെ, വാടകയ്ക്ക് നൽകുകയാണ് ഭൂമി. അപ്പോ റെന്റ് നൽകുന്നിടത്തോളം കുടിയാന്മാർക്ക് അത്രയും കാലം ഭൂമിയിന്മേൽ സുരക്ഷിതത്വം നൽകിയ ഒരു നിയമമാണ് മദ്രാസ് എസ്റ്റേറ്റ്സ് ലാൻഡ് ആക്ട് 1908. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ കുടിയാന്മാർക്ക് അല്ലെങ്കിൽ മറ്റ് കർഷകർക്ക് ലഭിച്ചിരുന്ന ഏക ആശ്രയം നൽകിയിരുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ നടപ്പിലാക്കിയ 3 ഭൂസമ്പ്രദായങ്ങളായ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ ജമീന്ദാരി സമ്പ്രദായം, റയട്ടുവാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം എന്നിവയെല്ലാം ഭീമമായ നികുതി പിരിവ് മൂലം കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് ബുദ്ധിമുട്ടേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു 1947 ആഗസ്റ്റ് 15. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തരം JC കുമാരപ്പ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. കേരള PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യാനന്തരം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ച JC കുമാരപ്പ അധ്യക്ഷനായ കാർഷിക പരിഷ്കരണ കമ്മിറ്റി 1949 റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത് കൃത്യമായിട്ട് PSC ബുള്ളറ്റിനിലും
PSCയുടെ മുൻകാല ചോദ്യ പേപ്പറിലും JC കുമാരപ്പ കമ്മിറ്റിയെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ച കാർഷിക പരിഷ്കരണ കമ്മിറ്റി, അഗ്രികൾച്ചറൽ റിഫോംസ് കമ്മിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ആ കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് JC കുമാരപ്പയാണ്. 1949 കമ്മിറ്റി റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ കൃഷിയും ഭൂമിയും വളരെ ബന്ധമുള്ള രണ്ട് കാര്യങ്ങളാണ് അല്ലെ. ഭൂപരിഷ്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് പോലും ഇന്ത്യയിലെ പോപ്പുലേഷന്റെ 50%-ലധികവും ആ കാലഘട്ടത്തിൽ കൃഷിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ജീവിച്ചു വന്നവരായിരുന്നു. ഇന്നും കൃഷിയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും എന്ന് പറയുന്നത് ജീവിത മാർഗം എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഭൂമി, ആയ ഭൂമി കുടിയാന്മാർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് നൽകപ്പെടേണ്ട അല്ലെങ്കിൽ ആ ഭൂമിയിന്മേൽ ഉടമസ്ഥാവകാശം നൽകപ്പെടേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് JC കുമാരപ്പ കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം INC രൂപവൽക്കരിച്ചത്. 49 അവര് റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ധനികരായ ഭൂ ഉടമകൾ. ശ്രദ്ധിക്കണം, ഈ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിൽക്കാലത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത്. ഇത് JC കുമാരപ്പ കമ്മിറ്റിയുടെ ഭൂപരിഷ്കരണ അല്ലെങ്കിൽ ഈ പറയുന്ന കാർഷിക പരിഷ്കരണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിച്ച രണ്ട് പ്രധാന സംസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിരുന്ന അന്നത്തെ വെസ്റ്റ് ബംഗാളും ഇന്നത്തെ കേരളവും എന്നുള്ളതും നമ്മൾ ഓർക്കണം. ധനികരായ ഭൂ ഉടമകൾ പാവപ്പെട്ട കർഷകരെ ചൂഷണം ചെയ്യുന്നത് തടയുക, ഒന്നാമത്തെ ശുപാർശ. സർക്കാരിനും കൃഷിക്കാർക്കും ഇടയിലുള്ള എല്ലാ ഇടനിലക്കാരെയും അഥവാ ഇടനിലക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ജമീന്ദാരികൾ എന്നുള്ളതാണ്. ജമീന്ദാരി സമ്പ്രദായത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്കും ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കും ഇടയിലുള്ള ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ജമീന്ദാരികൾ. ജമീന്ദാരികൾ ഈ പറയുന്ന അവരുടെ ജമീന്ദാരികളാണ് ഭൂമിയുടെ ഉടമസ്ഥർ എന്ന് പറയുന്നത് അല്ലെ. ആ ഭൂമി അവർ പാട്ടത്തിന് നൽകുകയാണ്. ആർക്ക്? കുടിയാന്മാർക്ക് വാടകയ്ക്ക് നൽകുകയാണ്. അവിടെ നിന്നും കുടിയാന്മാർ അവിടെ കൃഷി ചെയ്ത് എടുത്ത് വരുന്ന വരുമാനത്തിന്റെ 11/10 ജമീന്ദാർ പിരിച്ചെടുത്ത് ബ്രിട്ടീഷുകാർക്ക് നൽകുകയും 11/1 ഭാഗം അയാൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം കൃത്യമായിട്ട് നികുതി ഒടുക്കിയില്ലാന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഈ പറയുന്ന ജമീന്ദാരിയുടെ ഭൂമിയിന്മേലുള്ള ഉടമസ്ഥാവകാശം നശിപ്പിക്കുമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജമീന്ദാരികളുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചുകൊണ്ട് അവർ കാര്യമായിട്ട് കർഷകരെയും കുടിയാന്മാരെയും ചൂഷണം ചെയ്തു. ഇനി അത് സംഭവിക്കരുത്. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. മൂന്നാമത്തെ കാര്യം നോക്കാം. പാട്ടത്തിനെടുത്ത ഭൂമി കർഷകരല്ലാത്തവർക്ക് കൈമാറുന്നത് തടയുക. അതായത് ഈ പറയുന്ന ഭൂമി പാട്ടത്തിനെടുക്കുന്നത് കൃഷിക്ക് വേണ്ടിയിട്ടാണ്. കൃഷിയാണ് ഇന്ത്യയുടെ അന്നത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗം എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ടതില്ല. ഓക്കെ, അപ്പോ ആ ഭൂമി കൃഷിക്കല്ലാതെ മറ്റ് വ്യവസായവൽക്കരണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കുന്നത് തടയുക എന്നുള്ള ലക്ഷ്യം കൂടി ശുപാർശ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം. അത് അവതരിപ്പിച്ച് വിജയിപ്പിച്ച രണ്ട് സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു, ബംഗാളും കേരളവും. ഭൂമി കൈവശമുള്ളവരുടെ ഏകീകരണം, അതായത് കൺസോളിഡേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. അതൊരു മാടമ്പിക്ക് അല്ലെങ്കിൽ ഒരു ഭൂപ്രമാണിക്ക് കേരളത്തിൽ നിന്നല്ല ബംഗാളിൽ നിന്നല്ല അവർക്ക് ചിലപ്പോൾ കേരളത്തിന് പുറത്തും ഭൂമികൾ ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ നമുക്കിവിടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എടുക്കുമ്പോൾ കേരളത്തിനകത്ത് ഒരു പ്രമാണിക്ക് എവിടേക്ക് ഭൂമിയുണ്ടോ ആ ഭൂമിക്ക് എത്ര ഏക്കർ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അളന്ന് ചിട്ടപ്പെടുത്തി അത് ഏകീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇപ്പോ എനിക്ക് തന്നെ ഇപ്പോ തിരുവനന്തപുരത്ത് ഒരു 100 ഏക്കറും കൊല്ലത്ത് ഒരു 50 ഏക്കറും ആലപ്പുഴയിൽ ഒരു 30 ഏക്കറും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഏകീകരിക്കുകയാണ്. ഇത്ര ഭൂമി ഇന്ന പ്രമാണിയുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭൂമി എല്ലാം കൂടി ഏകീകരിച്ച് ഇത്ര ഏക്കറാണ് ഇയാളുടെ പേരിലുണ്ട് എന്നുള്ളത് അളന്നെടുത്ത് ചിട്ടപ്പെടുത്തി രേഖപ്പെടുത്തും. അതാണ് കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ചിതറിക്കിടക്കുന്നവയെല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? അതാണ് അടുത്ത കാര്യം.
ശ്രദ്ധിക്കണം, ഭൂമി കൈവശം വെക്കുന്നതിനുള്ള പരിധി നിശ്ചയിക്കുക. സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്. ഇപ്പോ 200-250 ഏക്കർ എന്റെ പേരിൽ ഉണ്ടെങ്കിൽ ആ 250 ഏക്കറും ഒരു വ്യക്തിയുടെ കൈകളിൽ നിന്നാൽ എങ്ങനെയാ ശരിയാകും? ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്, ഇന്ത്യക്ക് വരുമാനം ആവശ്യമുണ്ട്, കൃഷി ചെയ്ത് ജനങ്ങൾ വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇന്ത്യയുടെ വരുമാനമാണ്, ഇന്ത്യയുടെ സാമ്പത്തിക നില ഭദ്രമാക്കണം. ഈ പറയുന്ന ഭൂമിയൊക്കെ വെറുതെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ലാൻഡ് കൺസോളിഡേറ്റ് ചെയ്തു. എത്ര ലാൻഡ് ഉണ്ട്, എത്ര ഏക്കർ ഭൂമി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഒരു വ്യക്തിക്ക് ഇത്ര ലാൻഡ് മാത്രമേ സ്വന്തമായി വച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. അഥവാ ലാൻഡ് സീല് ചെയ്തു. 200 ഏക്കർ ഉള്ളവന് 50 ഏക്കറെ ഇനി കയ്യിൽ വെക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 150 ഏക്കറും മിച്ച ഭൂമിയായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് എങ്ങോട്ടേക്ക് സർക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ട അല്ലെങ്കിൽ ഭൂരഹിതരായ കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് നൽകുന്നു. അങ്ങനെ ഒട്ടനവധി പേർക്ക് ഭൂമിയിന്മേൽ ഉടമസ്ഥാവകാശം ലഭിച്ചു. എവിടെ? ബംഗാളിലും കേരളത്തിലും. അതുകൊണ്ടാണ് ഭൂപരിഷ്കരണം ഏറ്റവും സക്സസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനങ്ങൾ ഏതെന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ തന്നെ ബംഗാളും EMSന്റെ കാലഘട്ടത്തിൽ കേരളത്തിലും സംഭവിച്ചു. കണ്ടോ? ഭൂരഹിതരായ കർഷകർക്ക് മിച്ച ഭൂമിയുടെ പുനർവിതരണം നടത്തി. സഹകരണ സംയുക്ത കൃഷി പ്രോത്സാഹിപ്പിക്കുക. ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് ജോയിന്റ് ഫാമിംഗ്. അതായത് എന്താ പറയാ, സഹകരണ സംയുക്ത കൃഷി അതിൽ തന്നെ ഉണ്ട്. ഒരു 4-5 പേരുടെ ഭൂമി അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന 5 പേർക്കും കൂടി ചേർന്ന് പരസ്പര സഹകരണത്തിലൂടെ കൃഷി ഇറക്കാം. അതിന്റെ വരുമാനം അവരുടെ അർഹിക്കുന്ന രീതിയിൽ വീതിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ ഒരു കോപ്പറേറ്റീവ് ജോയിന്റ് ഫാമിംഗ് ഇന്ന് ഇന്ത്യയിൽ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ നടക്കുന്നത്. ഭൂപരിഷ്കരണ നടപടികൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിനായി സമർപ്പിതമായ ഒരു ഭരണ സംവിധാനം സ്ഥാപിക്കുക. പക്ഷേ അത് സ്ഥാപിക്കപ്പെട്ടത് ഈ പറയുന്ന ബംഗാളിലും കേരളത്തിലും മാത്രമാണ്. ബംഗാളും കേരളവും JC കുമാരപ്പ കമ്മിറ്റി റിപ്പോർട്ടിനെ 100% അക്സെപ്റ്റ് ചെയ്ത് അത് അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പിൽക്കാലത്താണ് ഇത് നടപ്പിലാക്കി വന്നത്. അപ്പോ JC കുമാരപ്പ കമ്മിറ്റി അവയുടെ ശുപാർശകൾ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാക്കുകയും ഇന്ത്യയിൽ ഭൂപരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 ആരംഭിച്ച് 56 അവസാനിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് JC കുമാരപ്പ കമ്മിറ്റിയുടെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തി ഭൂപരിഷ്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെട്ടു. ഓക്കെ, അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചത് ബംഗാളും കേരളവും. ബംഗാളും കേരളത്തിന്റെ മാതൃക കണ്ടിട്ടാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അത് എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് ഭൂദാൻ പ്രസ്ഥാനം അഥവാ ഭൂമി സമ്മാന പ്രസ്ഥാനം. ഭൂദാൻ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് എന്താ, ഭൂതം എന്നുള്ളതല്ല, ഭൂമി ദാനം ചെയ്യുക. 1951 തെലങ്കാനയിലെ പോച്ചമ്പള്ളി ഗ്രാമത്തിൽ കേരള PSC മുൻകാല വർഷ ചോദ്യമാണ്. തെലങ്കാനയിലെ ആന്ധ്രാപ്രദേശ് ബൈഫർക്കേറ്റ് ചെയ്ത് തെലങ്കാന ഉണ്ടായി. അതിന് മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ 2014 മുന്നേ ഉള്ള ഇടങ്ങളിൽ പോച്ചമ്പള്ളി ഗ്രാമം ആന്ധ്രാപ്രദേശ് എന്ന് കാണും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ കേരള PSCയുടെ പരിഷ്കരിച്ച ചോദ്യപേപ്പറുകൾ നോക്കിയാൽ തന്നെ ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ അവിടെ കാണും. 1951 തെലങ്കാനയിലെ പോച്ചമ്പള്ളി ഗ്രാമത്തിൽ ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ആരാണ്? പോച്ചമ്പള്ളി ഗ്രാമത്തിൽ 1951 ആചാര്യ വിനോബ ഭാവെ, തെലങ്കാനയിലാണ്. സന്നദ്ധ ഭൂപരിഷ്കരണ പ്രസ്ഥാനമായിരുന്ന ഭൂദാൻ പ്രസ്ഥാനത്തിലൂടെ സമ്പന്നരായ ഭൂ ഉടമകളെ അവരുടെ ഭൂമിയുടെ ഒരു ചെറിയ വിഹിതം ഭൂരഹിതർക്ക് നൽകാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ദൗത്യം. പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 13 വർഷത്തെ കാലയളവിൽ വിനോബ ഭാവെ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചു. ഭൂമിയില്ലാത്ത കർഷകർക്ക് നൽകാൻ 4.4 ദശലക്ഷം ഏക്കർ ഭൂമി ഇതിലൂടെ ശേഖരിച്ചു. അപ്പോ ഈ പറയുന്ന വിനോബ ഭാവെ ഗാന്ധിജിയുടെ അരുമ ശിഷ്യനാണ്. അദ്ദേഹം ഭൂദാൻ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം പലയിടങ്ങളിലും കയറി ഇറങ്ങി ഭൂമി കൈവശമുണ്ടായിരുന്ന ആളുകളെ ഭൂമി പാവപ്പെട്ടവർക്ക് കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് ഭൂമി ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുകയും അങ്ങനെ അതിൽ വിജയിച്ച് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്ഥാനം ഭൂദാൻ പ്രസ്ഥാനം 1951 ആരംഭിച്ചു. എവിടെ? തെലങ്കാനയിലെ പോച്ചമ്പള്ളി ഗ്രാമത്തിൽ. 1954 ഭാവെ
ഗ്രാമദാൻ പ്രസ്ഥാനം സ്ഥാപിച്ചതിലൂടെ മുഴുവൻ ഗ്രാമങ്ങളെയും സ്വമേധ കീഴടങ്ങാൻ ആഹ്വാനം നടത്തി. ഓക്കെ, ഇനി അതായത് ഒരു ഗ്രാമം മുഴുവനായി തന്നെ കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമദാൻ പ്രസ്ഥാനവും 1954 ആരംഭിച്ചത് ആര് തന്നെയാണ്? വിനോബ ഭാവെ. ഇനി നോക്കേണ്ടത് ഓപ്പറേഷൻ ബർഗയാണ്. ഓപ്പറേഷൻ ബർഗ മുൻകാല ചോദ്യം തന്നെയാണ്. ഓപ്പറേഷൻ ബർഗ അവതരിപ്പിച്ചത് പശ്ചിമ ബംഗാളിലാണ്. 1978 ഓപ്പറേഷൻ ബർഗ ആരംഭിച്ചത്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം. ഓഹരി കൃഷിക്കാരുടെ അഥവാ ഷെയർ ക്രോപ്പേഴ്സ് രജിസ്ട്രേഷൻ നടത്തുകയും, അതായത് ഓഹരി കൃഷിക്കാരുടെ രജിസ്ട്രേഷൻ നടത്തുകയും അവർക്ക് ഭൂമിയിന്മേൽ സ്ഥിരമായ പാരമ്പര്യ അവകാശം നൽകുകയും ഭൂ ഉടമയും ഓഹരി കൃഷിക്കാരനും തമ്മിൽ 1:3 എന്ന അനുപാതത്തിൽ വിള വിഭജനം നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ ശ്രദ്ധിക്കണം, 1978 ഓപ്പറേഷൻ ബർഗ ആരംഭിച്ചത്. എവിടെ? വെസ്റ്റ് ബംഗാളിൽ. ഓക്കെ, ഷെയർ ക്രോപ്പേഴ്സ് അതായത് ഈ പറയുന്ന ഭൂമി, ഒരു ഭൂ ഉടമയുടെ ഭൂമി പാട്ടത്തിനെടുത്ത് അവിടെ കൃഷി ഇറക്കുന്ന ഒരു വിഭാഗം. അത്തരത്തിലുള്ള ഓഹരി കൃഷിക്കാർ അവർ എന്ത് ചെയ്യും? കിട്ടുന്ന വിളവിന്റെ, ശ്രദ്ധിക്കുക, കിട്ടുന്ന വിളവിന്റെ വിഭജനമാണ് അവിടെ നടത്തുന്നത്. അതാണ് ഓഹരി കൃഷിക്കാർ എന്ന് പറയുന്നത്. കിട്ടുന്ന ഓഹരിയുടെ എത്ര കിലോ അരി ലഭിച്ചു, അതിന്റെ എത്ര ഓഹരി എങ്ങോട്ടേക്ക് പോവും? ഈ പറയുന്ന ഭൂ ഉടമയ്ക്ക് പോകണം. അത് കിട്ടുന്നതിന്റെ 1:3 എന്ന റേഷ്യോ, ഒരു ഭാഗം ഭൂ ഉടമയ്ക്കും 3 ഭാഗം ഓഹരി കൃഷിക്കാരനും ലഭിക്കും. ഓക്കെ, അപ്പൊ എല്ലാ കാലത്തും അപ്പൊ അവിടെ വലിയ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. ഈ വരുമാനം അല്ലെങ്കിൽ കാശിന്റെ രീതിയിൽ കൊടുക്കുമ്പോഴല്ലേ, കിട്ടാതെ വരുമ്പോഴല്ലേ വിഷയം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഒരു കർഷകനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. എന്താ കാരണം എന്ന് വെച്ചാൽ കൃഷി എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. വരൾച്ച സംഭവിക്കാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാം. അന്നേരമെല്ലാം കൃഷി നാശം സംഭവിക്കുന്ന അവസരത്തിൽ ഒരു കൃഷിക്കാരൻ അവിടെ വിളവ് ഇല്ല എങ്കിൽ കൂടിയിട്ടും അയാളെ അവിടെ നിന്ന് ചൂഷണം ചെയ്ത് പറഞ്ഞുവിടാൻ സാധിക്കില്ല. കാരണം ഇവിടെ വിളവുണ്ടായാൽ മാത്രമേ 1:3 എന്നുള്ള റേഷ്യോയിൽ വിഭജനം നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും ആപ്പിലും അവൈലബിൾ ആയിരിക്കും. എം ഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്തുകൊള്ളുക. നന്ദി.